أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا السماء انشقت وأذنت لربها وحقت وإذا الأرض مدت وألقت ما فيها وتخلت وأذنت لربها وحقت. സദഖല്ലാഹുൽ അലീം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഇൻശിഖാഖിൻ്റെ ആദ്യത്തെ 5 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദസ്സമാഉ ഇൻശഖത്. ഇദസ്സമാഉ ആകാശമാകുമ്പോൾ, ഇൻശഖത്ത് അത് പൊട്ടിപ്പിളരുമ്പോൾ, വഅദിനത്ത് ലിറബ്ബിഹ അത് അതിൻ്റെ രക്ഷിതാവിന് വിധേയമാവുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വഴിപ്പെടുകയും ചെയ്യുമ്പോൾ, വഹുഖത്ത് അത് അതിന് കടപ്പെട്ടിരിക്കുന്നു, വൈദൽ അർളു ഭൂമി ആകുമ്പോൾ, മുദ്ദത്ത് നീട്ടപ്പെടുമ്പോൾ, അതല്ലെങ്കിൽ പരത്തപ്പെടുമ്പോൾ, വഅൽഖത്ത് മാ ഫിഹ അത് അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്കെടുക്കുമ്പോൾ, വതഖല്ലത്ത് എന്നിട്ടത് കാലിയാവുകയും ചെയ്യുമ്പോൾ, അതിന് ഉള്ളു പൊള്ളയാവുകയും ചെയ്യുമ്പോൾ, വഅദിനത്തിൽ റബ്ബിഹ അത് അതിൻ്റെ രക്ഷിതാവിന് വിധേയമായിരിക്കുന്നു, വഹുഖത്ത് അത് അതിന് കടപ്പെടുകയും ചെയ്തിരിക്കുന്നു. ലോകാവസാനവുമായി ബന്ധപ്പെട്ട് നേരത്തെ പല സൂറത്തുകളിലും വന്ന പോലെ തന്നെ ആകാശം പൊട്ടിപ്പിളരുന്നതിനെ സംബന്ധിച്ചാണ് ആദ്യമായി പറഞ്ഞത്. ആകാശം പിളരുന്നു. ആകാശത്തിലെ കോടാനുകോടി നക്ഷത്രങ്ങളും ഗോളങ്ങളും അവയുടെ ആകർഷണ പരിധികൾ വിട്ടുകൊണ്ട് അവയെല്ലാം മുതിർന്നു വീഴുന്നു. ആ ഒരവസ്ഥ ആകാശം പൊട്ടിപ്പിളരുന്നതിനെ സംബന്ധിച്ചാണ് ആദ്യമായി സൂചിപ്പിച്ചത്. എന്നിട്ട് പറയുന്നത് വഅദിനത്തിൽ റബ്ബിഹ വഹുഖത്ത് അത് അതിൻ്റെ രക്ഷിതാവിന് വിധേയമായി നിൽക്കണം. അങ്ങനെ വിധേയമാകാൻ അത് കടപ്പെടുകയും ചെയ്തിരിക്കുന്നു. പടച്ച തമ്പുരാൻ എന്താണോ പറയുന്നത് അതനുസരിച്ചാണ് ഇതുവരെ പ്രവർത്തിച്ചത്. ഇനിയും പടച്ചോൻ എന്താണോ പറയുന്നത് അത് ചെയ്യാൻ അത് വിധേയമായി നിൽക്കുകയാണ്. പടച്ചോൻ ആകാശത്തിന് ഇതുവരെ ഒരു വ്യത്യാസവുമില്ലാതെ സൂര്യൻ്റെ ഭ്രമണവും നക്ഷത്രത്തിൻ്റെയും മറ്റ് ഗോളങ്ങളുടെയും ഒക്കെ ഘടനയുമൊക്കെ അള്ളാഹു എന്താണോ പറഞ്ഞത് ആ രൂപത്തിൽ തന്നെ കടുകട വ്യത്യാസമില്ലാതെ നിർവഹിച്ചു പോകുന്നവരാണ്. അവ ഇപ്പോൾ ആ നാഥൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായി അവ ഒന്നൊന്നായി ഉതിർന്നു വീഴുകയാണ്. അത് അതിന് വിധേയവുമാണ്. മാത്രമല്ല അതിന് കടപ്പെടുകയും ചെയ്തിരിക്കുന്നു. പടച്ചോൻ എന്താ പറഞ്ഞത് അത് ചെയ്യാൻ അത് കടപ്പെട്ടിരിക്കുകയാണ്. പടച്ചോൻ പറഞ്ഞ പോലെ മാത്രമേ ചെയ്യുള്ളൂ എന്നർത്ഥം. എന്നിട്ട് പിന്നെ ഭൂമി വൈദല്ലാർന്നു മുദ്ദത്ത് ഭൂമി ഇപ്പോഴുള്ള ഈ ഘടന മലയും അതുപോലെ തന്നെ സമുദ്രങ്ങളും നദികളും ഒക്കെ ഉള്ളത് മാറ്റിയിട്ട് അത് നീട്ടപ്പെടുക അല്ലെങ്കിൽ പരത്തപ്പെടുക, ഭൂമി ഒന്നുകൂടി വിശാലമാവുക. കാരണം ഭൂമിയിലേക്ക് ഇനി ഈ ഭൂമി മറ്റൊരു ഭൂമിയായി മാറുകയാണ്. ഭൂമിയുടെ ഘടന മാറുകയാണ്. അപ്പം അതിനനുസരിച്ചുകൊണ്ട് ഭൂമി നീട്ടി പരത്തി ഒന്നായിട്ട് ഒരുപാട് പേരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ ആക്കി തീർക്കുകയാണ്. വഅൽഖത്ത് മാ ഫിഹ അതിനുള്ളിലൊക്കെ അതൊക്കെ പുറത്തേക്ക് തള്ളും. വഹുഖത്ത് വതഖല്ലത്ത് എന്നിട്ടത് കാലിയാവുകയും ചെയ്യും. ഭൂമിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല. എല്ലാ ഖനിജങ്ങളും എല്ലാ ഒരുപാട് ആൾക്കാരുടെ മയ്യത്തുകളും എല്ലാം പുറത്തേക്ക് എടുക്കുകയാണ്.
മറ്റൊരർത്ഥത്തിൽ ഭൂമി ഇനി ഒരു വിചാരണക്കോ ഒക്കെ പറ്റുന്ന രൂപത്തിലേക്ക് ആക്കി മാറ്റുകയാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതല്ല, ഭൂമിയുടെ ഈ ഇപ്പോഴത്തെ ഘടന മാറിയിട്ട് മറ്റൊരു രൂപത്തിലേക്ക് ആയി മാറുകയും ചെയ്യുകയാണ് എന്ന് സൂചിപ്പിച്ച ആൾക്കാരുണ്ട്. ഏതായാലും വാതിലത്തിൽ റബ്ബിഹാ വഖത്ത്, അത് അതിൻ്റെ രക്ഷിതാവിന് കീഴ്പ്പെടുകയാണ്, അത് അതിന് കടപ്പെട്ട അവസ്ഥയിലുമാണ്. അപ്പോൾ ആകാശവും അതേപോലെ തന്നെ ഭൂമിയും രണ്ടിനെ പറ്റി പറഞ്ഞിടത്തും ഇതേ വാക്കാണ്. വാതിലത്തിൽ റബ്ബിഹാ വഖത്ത്, വാതിലത്തിൽ റബ്ബിഹാ വഖത്ത്. ആകാശത്തോടെ എന്താണോ പറഞ്ഞത് അത് അതിന് വിധേയമായി പ്രവർത്തിക്കുന്നു. അത് അള്ളാഹുവിന് കടപ്പെട്ട രൂപത്തിലാണ് ആദ്യമേ ഉള്ളത്, അതേ രൂപത്തിലാണ്. ഭൂമിയെ സംബന്ധിച്ചിടത്തോളവും ഭൂമിയും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഒഴിവാക്കുക, അതിന് നിൻ്റെ ജോലി അതല്ല എന്ന് അള്ളാഹു പറയുമ്പോൾ അത് സ്വീകരിക്കാൻ അത് കടപ്പെട്ടിരിക്കുന്നു, അത് അതിന് വിധേയമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ആകാശവും ഭൂമിയും അള്ളാഹു എന്താണോ പറഞ്ഞത് അത് സ്വീകരിക്കാൻ തയ്യാറാകുന്നു എന്നർത്ഥം. അപ്പോൾ ആ ഒരു ദിവസം, ഭയാനകമായ ആ ദിവസം, അത് ഓർമ്മയിലുണ്ടാവുകയും അതിനനുസരിച്ച് അന്ന് ജയിച്ചു കയറണം എന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ യത്നിക്കുകയും വേണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് വന്നുപോയ എല്ലാ അപാകതകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.